കേരളപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊന്നും ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു യാത്ര പോവാണ് കേട്ടോ. ആ യാത്രയ്ക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു വ്ളോഗുമാണ് കേട്ടോ. ഞാനത് അപ്ലോഡ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിട്ട് പോലുമില്ല. അങ്ങനെ ഞാൻ തൊടുപുഴ എത്തി, ഇടുക്കി പോവാണ്. തൊടുപുഴയിൽ നിന്ന് ഒരു വാച്ച് കടയിൽ കയറി വാച്ചൊക്കെ മേടിച്ച് നേരെ മൂവാറ്റുപുഴ ബസ്സിൽ കയറി കേട്ടോ. നേരിമംഗലം കോതമംഗലം കൂടിയാട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ എന്തായാലും മൂവാറ്റുപുഴ റൂട്ടിൽ കയറി കുറേ നേരം അങ്ങനെ ബസ്സിൽ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. നല്ല മഴയൊക്കെ ഇട്ട് കുറച്ച് ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, കുറച്ച് ഫ്രണ്ട്സും കൂടെ ഉണ്ടായിരുന്നു. ഞാനങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ എൻ്റെ തന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കണ്ടോ, ഇടയ്ക്ക് ഒളിഞ്ഞ് നോക്കുന്ന രീതിയിലൊക്കെ ഞാൻ എൻ്റെ വീഡിയോസ് തന്നെ എടുത്ത് ഇങ്ങനെ ആസ്വദിച്ച് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ മൂവാറ്റുപുഴ എത്താനായിട്ട് അത്യാവശ്യം ബസ് ഏകദേശം ഒരുപാട് താമസിച്ചിരുന്നു കേട്ടോ. കുറേ നാൾ കൂടിയാണ് ബസ്സിന് ഞാനൊരു ട്രിപ്പ് പോകുന്നത് കേട്ടോ. ഒരുപാട് നാൾ, ഏകദേശം ഒരു 2-2.5 വർഷമൊക്കെ എങ്കിലും ആയിക്കാണ് കേട്ടോ. മൂവാറ്റുപുഴയിൽ ഇറങ്ങി അവിടെ നിന്ന് നേരെ കോതമംഗലത്തേക്ക് പോകും കേട്ടോ. കോതമംഗലത്ത് ചെന്ന് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും ഒരു ബേക്കറി കയറി ഞാൻ ഒരു പപ്സും ഷേക്കും വാങ്ങി കുറേ നേരം അവരെ വെയിറ്റ് ചെയ്ത് അവിടെ തന്നെ ഇരുന്നിട്ടോ. ഒരു അരമണിക്കൂർ തന്നെ ആ കടയിൽ കുത്തിയിരുന്നു. പിന്നെ കുറച്ച് നേരം ആയപ്പോഴത്തേനും വെയിറ്റിംഗ് ഷെഡിൽ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി അവിടെ കുറേ നേരം കുറച്ചധികം സമയം വെയിറ്റ് ചെയ്തു, ഫ്രണ്ട്സിനെ വെയിറ്റ് ചെയ്തിരുന്നു. കുറച്ചധികം നേരമായി കഴിഞ്ഞപ്പോഴത്തേനും അവരെല്ലാവരും എത്തി. കുറച്ചധികമല്ല, ഞാനൊരു 4:30 പോയതാണ്. ബസ് എടുത്തത് 7 മണി 7:10 കേട്ടോ. പക്ഷേ ഇതൊരു വല്ലാത്ത യാത്ര തന്നെയായിരുന്നു കേട്ടോ. ബസ്, ട്രെയിന് ഇതിലേതാണെന്നൊരു പിടുത്തമില്ല. ലോക്കൽ ട്രെയിനിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ. കട്ടപ്പനയിൽ ഇത്രയും ബംഗാളികളുണ്ടെന്ന് ആദ്യമായിട്ട് അറിയുന്നത്. ഇരിക്കുന്ന മൊത്തം ഭായിമാരാട്ടോ, നിൽക്കുന്നതെല്ലാം മലയാളികളും. അങ്ങനെ ഇടവും വലവും നിറഞ്ഞ ബംഗാളി യാത്രയിലൂടെ ഞങ്ങൾ നേരെ കട്ടപ്പനയിൽ എത്തിട്ടോ. കട്ടപ്പന എത്തിയപ്പോഴാണ് മനസ്സിലായത് മറ്റേ പഴയൊരു ഡയലോഗ് ഓർമ്മ വന്നത്, കട്ടപ്പനയല്ല. അതെ, കട്ടപ്പനയൊക്കെ ഒരുപാട് അങ്ങ് മാറിപ്പോയിട്ടോ. ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന എല്ലാവന്മാരും കട്ടപ്പന എത്തിയപ്പോൾ തന്നെ ഏകദേശം ഒരു 9:30-10 മണിയൊക്കെ കഴിഞ്ഞിട്ടോ ഏകദേശം. അങ്ങനെ ഞങ്ങളെ പിക്കപ്പ് ചെയ്യാനായിട്ട് അണ്ണാച്ചിയും മനുവും കൂടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ നേരെ വണ്ടി കയറി അവൻ്റെ വീട്ടിലേക്കായിട്ടാണ് പോകുന്നത്. അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം കേട്ടോ ഞാൻ കട്ടപ്പനയ്ക്ക് വരുന്നത്. ഏകദേശം ഒരു 4 വർഷത്തിന് ശേഷം വീണ്ടും ഇവരെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി കണ്ടുമുട്ടി ഞങ്ങൾ അവൻ്റെ വീട്ടിലേക്ക് ദീർഘയാത്ര പോവാം കേട്ടോ. അങ്ങനെ പാട്ടും മേളവും കൂത്തൊക്കെ ആയിട്ട് വണ്ടിയിൽ ഇരിക്കും കേട്ടോ. പകുതി എത്തിയപ്പോഴാണ് പറയുന്നത് വീട്ടിലാരുമില്ല, അപ്പനും അമ്മയും ഇല്ല, അവരെല്ലാം പുറത്ത് പോയേക്കുന്നത്. അത് കണ്ടപ്പോൾ തന്നെ നമുക്കൊരാശ്വാസം, ഇതവൻ്റെ വീടാണ്, പുതിയ വീടാണ് കേട്ടോ. അങ്ങനെ ഫ്രണ്ട്സിൻ്റേതായ കുറച്ച് കലാപരിപാടികളും കാര്യങ്ങളൊക്കെ അങ്ങനെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ കുറച്ച് പേര് അടുക്കളയിൽ കുക്കിങ്ങിൻ്റെ വീഡിയോ എടുക്കുന്നു, വ്ളോഗ് എടുക്കുന്നു, അങ്ങനെ കുറച്ച് കാര്യങ്ങളിലേക്ക് ഏർപ്പെട്ട് കേട്ടോ. ലാസ്റ്റ് ഫുഡെല്ലാം റെഡി ആയിട്ടോ. ഞങ്ങൾ തന്നെ ഉണ്ടാക്കി, ഞങ്ങൾ തന്നെ സെറ്റ് ചെയ്ത പൊറോട്ടയും ബീഫ് ഫ്രൈയും പറയാതിരിക്കാൻ പറ്റത്തില്ല. അണ്ണാച്ചിയുടെയും നിതീഷിൻ്റെയും കൈപ്പുണ്യം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാനും 2 മല്ലിയിൽ ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ. അതിൻ്റേതായ ടേസ്റ്റ് വേറെ എടുത്ത് പറയേണ്ടത്. അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഈ തുള്ളി കളിക്കുന്ന കുഞ്ഞിപ്പൂവിൻ്റെ ഫുഡ് ജുബിയുടെ കൂടെ ഞങ്ങളെല്ലാവരും ഡാൻസ് കളിക്കാനും തുടങ്ങി. എല്ലാവരും നല്ല ആഘോഷിച്ച് വൻ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഇത്രയും വർഷത്തെ ഒരു കാത്തിരിപ്പ്. എല്ലാവരും വലുതായി, പല ജോലികളിലേക്ക് ഏർപ്പെട്ട് പലരും പലതൊക്കെ സ്ഥാപനങ്ങൾ നടത്തുന്നതും പഠിക്കുന്നവരും പുറത്തു പോയവരൊക്കെ ആയിട്ട് എല്ലാവരും കൂടെ ഒത്തുചേർന്ന് കഴിഞ്ഞപ്പോഴത്തേനും വേറെ ലെവൽ വൈബ് കിട്ടും. അതല്ലെങ്കിലും അങ്ങനെയാണ്, നമ്മൾ കുറേ നാൾ കൂടി നമ്മുടെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനുള്ള ആ ഒരു സന്തോഷവും ആ ഒരു വൈബും അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീൽ തന്നെയാണ് കേട്ടോ. സാഹചര്യം മൂലം വരാൻ പറ്റാതെ പോയ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ നമുക്കിടയിൽ. അവർക്ക് വേണ്ടി കൂടി ഈ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു കേട്ടോ. ഇനിയിപ്പം നേരെ രാവിലെ എഴുന്നേറ്റ് ഇവിടുന്ന് ഞങ്ങൾക്ക് പോകേണ്ട സ്ഥലങ്ങളെല്ലാം ഞങ്ങൾ പ്ലാൻ ചെയ്തു. കിടക്കാനുള്ള സെറ്റപ്പിൽ ഞങ്ങളെല്ലാം മേളിലേക്ക് ആഘോഷപരമായി പോകാട്ടോ. വീഡിയോ എടുക്കാന്നുള്ള സെറ്റപ്പിലാണ് ഈ പോകുന്ന പോക്കെല്ലാം കേട്ടോ. കുറച്ചു നേരം റൂമിൽ കയറി പഴയ കാര്യങ്ങളും കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ കുറേ നേരം ചെറിയ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, ബൈ, സീ യു.